മൂന്ന് മുന്നണികളും ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം ഏറെക്കുറെ തെളിഞ്ഞു. തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ പൂർത്തിയാക്കി എൽഡിഎഫ് പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. യുഡിഎഫിന്റെ കൺവെൻഷനുകളും പുരോഗമിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകി നടത്തിയ ബിജെപിയുടെ പ്രചാരണ പരിപാടികളും ഇനി മുതൽ വേഗത്തിലാകും. സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയായതിനാൽ പ്രചാരണ രംഗത്ത് എൽഡിഎഫ് ഒരുപടി മുന്നിലാണ്. 20 മണ്ഡലങ്ങളിലെയും കൺവെൻഷനുകൾ പൂർത്തിയാക്കി വാഹന പ്രചരണ ജാഥകളിലേക്ക് കടന്നിരിക്കുകയാണ് ഇടതുമുന്നണി. മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കമുള്ള മുൻനിര നേതാക്കൾ എല്ലാം തന്നെ മുന്നണി സ്ഥാനാർത്ഥികൾക്കായി സജീവമായി രംഗത്തുണ്ട്. കടുത്ത പോരാട്ടം നടക്കുന്ന വടകര, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കോഴിക്കോട് മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനമാണ് മുന്നണി നേതൃത്വം നടത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ യുഡിഎഫും പ്രചാരണ രംഗത്ത് സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൺവെൻഷനുകളാണ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. വയനാട്, വടകര മണ്ഡലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പുറത്തിറക്കാനുള്ളൂ. ഉമ്മൻചാണ്ടി, ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ അണിനിരത്തിയാണ് ആദ്യഘട്ട പ്രചരണം യുഡിഎഫ് കൊഴുപ്പിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക ഭാഗികമായി മാത്രം പൂർത്തിയായ എൻഡിഎ പ്രചാരണ രംഗത്തും അല്പം പുറകിലാണ്. ബിജെപി മത്സരിക്കുന്ന പത്തനംതിട്ടയിലും ബിഡിജെഎസിന് നൽകിയ 5 സീറ്റുകളിലും സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകാത്തതാണ് എൻഡിഎക്ക് തിരിച്ചടിയായത്. അതേസമയം തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ നേരത്തെ തന്നെ പ്രചാരണ രംഗത്ത് ഇരു മുന്നണികൾക്കും ഒപ്പം എത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിയുള്ള പ്രചാരണമാണ് എൽഡിഎഫിന്റേത്. ഒപ്പം വടകര ഉൾപ്പെടെയുള്ള മേഖലകളിൽ കോലീബി സഖ്യമെന്ന ആരോപണവും സിപിഎം രാഷ്ട്രീയ ആയുധമാക്കുന്നുണ്ട്. സിപിഎമ്മിന്റേത് അക്രമ രാഷ്ട്രീയമാണെന്ന ആരോപണം തുടക്കം മുതലേ ഉന്നയിക്കുന്ന യുഡിഎഫ് ചെർപ്പുളശ്ശേരിയിലെ പീഡന പരാതിയും ഇടതുമുന്നണിക്കെതിരെ പ്രചാരണ വിഷയമാക്കാനുള്ള ഒരുക്കത്തിലാണ്. പ്രചാരണ രംഗത്ത് യുഡിഎഫും ബിജെപിയും ഒന്നിക്കുന്ന ഒരേയൊരു വിഷയം ശബരിമലയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണങ്ങളുണ്ടെങ്കിലും ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയം ഒന്നാമത്തെ ആയുധമാക്കാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.